Hello everyone, welcome back to Artographics. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡബിൾ എക്സ്പോഷർ ഫോട്ടോ എഡിറ്റിങ്ങിനെ പറ്റിയാണ്. സോ ഇതെന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഇമേജസിനെ കമ്പൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ എഡിറ്റിംഗ് ടെക്നിക്കാണ് ഈ ഡബിൾ എക്സ്പോഷർ എന്ന് പറയുന്നത്. ഒരുപാട് മൂവീസിന്റെ പോസ്റ്ററിലൊക്കെ നമ്മൾ ഇത് കണ്ടിട്ടുണ്ടായിരിക്കും. ഈയിടെ ഇറങ്ങിയ സൂര്യയുടെ സൂരറൈ പൊട്രു മൂവിയിലെ ചില പോസ്റ്റേഴ്സിലും ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഡബിൾ എക്സ്പോഷർ ഫോട്ടോ എഡിറ്റിംഗ് ചെയ്യാമെന്നാണ്. ഇത് വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് ലെയേഴ്സ്, ലെയർ മാസ്ക് ആൻഡ് ക്ലിപ്പിംഗ് മാസ്ക്, ഇത് മൂന്നും അറിയാവുന്നവർക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒന്നാണ് ഈ ഡബിൾ എക്സ്പോഷർ എന്ന് പറയുന്നത്. സോ നിങ്ങളൊരു ബിഗിനർ ആണ്, അല്ലെങ്കിൽ ഈ ലെയേഴ്സ് ആൻഡ് ലെയർ മാസ്കിനെ പറ്റിയൊന്നും വലിയ ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ഇതിനെ മാത്രം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് പോയി കാണുന്നത് നല്ലതായിരിക്കും. നമ്മുടെ മുമ്പത്തെ വീഡിയോസിന്റെ കമന്റ് ബോക്സിലും അതുപോലെ തന്നെ എനിക്ക് വാട്സപ്പിലും ഒക്കെ ആയിട്ട് ഒരുപാട് റിക്വസ്റ്റ് കിട്ടുന്നതാണ് കുറച്ച് ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫോട്ടോഷോപ്പ് ട്യൂട്ടോറിയൽസ് ചെയ്തുകൂടെ എന്നുള്ളത്. സോ നമ്മൾ ഉടനെ തന്നെ അങ്ങനെയുള്ള കുറച്ച് വീഡിയോസ് ചെയ്യാൻ പോവുകയാണ്. അതായത് ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ ബിഗിനേഴ്സ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ വെച്ചുകൊണ്ടൊരു ബിഗിനേഴ്സ് ട്യൂട്ടോറിയൽ വീഡിയോസ്. സോ മേക്ക് ഷുവർ ടു സബ്സ്ക്രൈബ് ദിസ് ചാനൽ ആൻഡ് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ടുഡേയ്സ് വീഡിയോ. സോ നമ്മളിവിടെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മൾ വേണ്ടുന്ന ഫോട്ടോസ്, നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോട്ടോസ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഞാനിവിടെ ചെയ്യുന്ന ഒരു 3 ഫോട്ടോസ് വെച്ചുള്ള ഒരു എഡിറ്റാണ്. സോ ഞാനിപ്പോൾ ആ 3 ഫോട്ടോസ് ഇവിടെ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ മെയിൻ ഫോട്ടോ, അല്ലെങ്കിൽ നമ്മുടെ മെയിൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇതിലാണ് നമ്മൾ ആ ഒരു ഡബിൾ എക്സ്പോഷർ എഡിറ്റ് വരുത്താൻ പോകുന്നത്. സോ നമുക്കിവിടെ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഇമേജിൽ നിന്ന് നമ്മുടെ സബ്ജക്റ്റിനെ മാത്രമായിട്ട് കട്ട് ചെയ്തിടുക, അല്ലെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ചെയ്യുക. അതാണ് നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത്. സോ അതിനായിട്ട് ഞാനിവിടെ ക്വിക്ക് സെലക്ഷൻ ടൂളിൽ പോകുന്നു. എന്നിട്ട് മുകളിൽ സെലക്ട് സബ്ജക്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ സബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുന്നു. സോ ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു പഴയ വെർഷൻസ് ഇല്ലെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഫോട്ടോഷോപ്പ് CC 2018 വെർഷനിലെങ്ങാണ്ടാന്ന് തോന്നുന്നു ഇത് ആദ്യമായിട്ട് വന്നത്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും സെലക്ഷൻ ടെക്നിക്സ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇത് സെലക്ട് ചെയ്യാവുന്നതാണ്. സോ നമ്മൾ നമ്മുടെ സബ്ജക്റ്റിന് ചുറ്റും ഒരു സെലക്ഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാനിവിടെ നമ്മുടെ ലെയേഴ്സ് പാനലിലേക്ക് വന്നിട്ട് ഏറ്റവും താഴെയായിട്ട് ലെയർ മാസ്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ലെയർ മാസ്ക് ആഡ് ചെയ്യുകയാണ്. സോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഞാൻ ജസ്റ്റ് ഒരു ന്യൂ ഫയൽ ഓപ്പൺ ചെയ്യുവാണ്. ഫയലിൽ പോയി ന്യൂ കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു ഫയൽ ഓപ്പൺ ചെയ്യുവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ ഫയൽ ഇട്ട് തന്നെ ചെയ്യാം, ബട്ട് ഞാനൊരു പുതിയ ക്യാൻവാസ് ഓപ്പൺ ചെയ്ത് അതിലാണ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മളിനി ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്റ്റിനെ ആ ഒരു ക്യാൻവാസിലേക്ക് കൊണ്ടുവരികയാണ്. സോ അതിനായിട്ട് മൂവ് ടൂൾ സെലക്ട് ചെയ്ത് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുക. സോ അത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ഇമേജ് ഈ ഒരു ക്യാൻവാസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇതിനായിട്ട് ഞാൻ നമ്മുടെ സെക്കൻഡ് ഇമേജിലേക്ക് വരുന്നു. എന്നിട്ട് മൂവ് ടൂൾ സെലക്ട് ചെയ്ത് അതും ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുന്നു. ഓക്കെ, ഞാൻ ജസ്റ്റ് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് അതിൻ്റെ സൈസ്. സോ നമ്മൾ ആ ഒരു സബ്ജക്റ്റിൻ്റെ മുകളിലായിട്ട് കൊണ്ടുവച്ചതിന് ശേഷം ജസ്റ്റ് ടിക്ക് മാർക്ക് കൊടുക്കുക. സോ ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ആഡ് ചെയ്ത് ഈ ഒരു ഇമേജിൻ്റെ ലെയറിലേക്ക് ഒരു ക്ലിപ്പിംഗ് മാസ്ക് ആഡ് ചെയ്യുകയാണ്. സോ അതിനായിട്ട് നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്ത ലെയറും നമ്മൾ മുൻപ് ആഡ് ചെയ്ത ആ ഒരു സബ്ജക്റ്റിൻ്റെ ലെയറും ജോയിൻ ചെയ്യുന്ന ആ ഒരു പോർഷനിൽ നമ്മുടെ മൗസിൻ്റെ കർസർ കൊണ്ടുവന്നിട്ട് ആൾട്ട് പ്രസ് ചെയ്യുക കീബോർഡിൽ. എന്നിട്ട് ജസ്റ്റ് ഒരു റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പം നമ്മൾ കണ്ടില്ലേ, നമ്മളിപ്പോൾ ആഡ് ചെയ്ത ആ ഒരു ഇമേജ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റിൻ്റെ ലെയറിലേക്ക് മെർജ് ആയിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റിൻ്റെ ലെയറിൽ മാത്രം അഫക്റ്റ് ചെയ്യുന്ന രീതി വന്നിരിക്കുകയാണ്. ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ മറ്റേ ലെയർ മാസ്ക് ആൻഡ് ക്ലിപ്പിംഗ് മാസ്ക് പറഞ്ഞ ആ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. സോ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ആഡ് ചെയ്ത ആ ഒരു ഇമേജിൻ്റെ ലെയറിലേക്ക് ഒരു ലെയർ മാസ്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് ആ ഒരു ഇമേജിൻ്റെ ലെയർ സെലക്ട് ചെയ്യുക. എന്നിട്ട് താഴെ ലെയർസ് പാനലിൽ താഴെ വന്നിട്ട് ലെയർ മാസ്ക് ആഡ് ചെയ്യാനുള്ള ക്ലിക്ക് ചെയ്ത് ലെയർ മാസ്ക് ആഡ് ചെയ്യുക. ഓക്കെ, സോ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഒരു സോഫ്റ്റ് റൗണ്ട് ബ്രഷ് ചൂസ് ചെയ്യുക. ഹാർഡ്നെസ് കംപ്ലീറ്റ്ലി 0% ഹാർഡ്നെസ്സേ വരാവുള്ളൂ. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ആഡ് ചെയ്ത ആ ഒരു ലെയർ മാസ്ക് സെലക്ട് ചെയ്യുക. ഓക്കെ, ലെയർ മാസ്ക് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ കളർ പിക്ക് ചെയ്യുന്നിടത്ത് വന്നിട്ട് ബ്ലാക്ക് കളർ ചൂസ് ചെയ്യുക. ഓക്കെ, ബ്ലാക്ക് കളർ ചൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഇപ്പം ആഡ് ചെയ്ത് ഈ ഒരു ഇമേജ് ഹൈഡ് ചെയ്യേണ്ട പോർഷൻസിൽ, അതായത് നമ്മളിപ്പോൾ ഈ ഒരു ഫേസിലാണ് ആ ഇമേജസ് ഇറേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹൈഡ് ചെയ്യുന്നത്. സോ ആ ഒരു പോർഷൻസിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പെയിന്റ് ചെയ്ത് ആ പോർഷൻസ് ഒന്ന് ഹൈഡ് ചെയ്യുക. ഓക്കെ,
ഞാനിപ്പോൾ കുറച്ച് എക്സ്ട്രാ അവിടെ നിന്ന് ഹൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇറേസ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് നമ്മുടെ ബ്രഷിൻ്റെ ഫ്ലോ, മുകളിൽ നമുക്ക് ഫ്ലോ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ വന്നിട്ട് ഫ്ലോ നല്ല രീതിയിൽ കുറയ്ക്കുന്നു, ഒരു 50% താഴെ ഇടുന്നു. എന്നിട്ട് നമ്മളിവിടെ കളേഴ്സ് പിക്ക് ചെയ്യുന്നിടത്ത് വരിക, എന്നിട്ട് വൈറ്റ് കളർ ചൂസ് ചെയ്യുക. ഈ ഒരു ആരോയിൽ പ്രസ് ചെയ്താൽ അവിടെ വൈറ്റ് കളർ ആവുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ കീബോർഡിൽ എക്സ് പ്രസ് ചെയ്താലും ഈ ഒരു കളേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ആവുന്നതാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇപ്പം ആഡ് ചെയ്ത ആ ഒരു ഇമേജിൻ്റെ ലെയർ മാസ്ക് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ ആ ഒരു ഇമേജ് ഒന്ന് റിവീൽ ചെയ്യുക. സോ നമ്മളിപ്പോൾ അവിടെ ഒരു ഫ്ലോ കുറച്ചിട്ടിരിക്കുന്നതുകൊണ്ട് അവിടെ ഒരു നല്ലൊരു ബ്ലെൻഡഡ് ഫീല് നമുക്ക് അവിടെ കിട്ടും. സോ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഇമേജ് അവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് ഇമേജ് ആഡ് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇമേജ്. ഞാൻ മൂവ് ടൂൾ സെലക്ട് ചെയ്ത് ജസ്റ്റ് ഇതും ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നു. എന്നിട്ട് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഒരു പോർഷനിലാണ് ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിനും ഒരു ക്ലിപ്പിംഗ് മാസ്ക് ആഡ് ചെയ്യുക. അതിനായിട്ട് നമ്മുടെ ആ ഒരു ലെയറും അതിൻ്റെ അടുത്ത ലെയറും ജോയിൻ ചെയ്യുന്ന ആ ഒരു പോർഷനിൽ കൊണ്ടുവന്നിട്ട് മൗസ് കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ആൾട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, നമ്മൾ വീണ്ടും നമ്മുടെ അവിടെ ക്ലിപ്പിംഗ് മാസ്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലെയറിന് ഒരു ലെയർ മാസ്ക് ആഡ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ബ്രഷ് ചൂസ് ചെയ്യുന്നു. എന്നിട്ട് ബ്ലാക്ക് കളർ ചൂസ് ചെയ്യുന്നു. എന്നിട്ട് ജസ്റ്റ് പെയിൻറ് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ടാത്ത പോർഷൻസ് ഹൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ നമ്മുടെ സബ്ജക്റ്റ് ലെയർ ചൂസ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ലെയർ മാസ്ക് ചൂസ് ചെയ്യുക. ലെയർ മാസ്ക് ചൂസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ആ ഒരു ബോട്ടം റീജിയനിലും ഈ ഒരു സൈഡിലത്തെ ആ ഒരു പോർഷനൊക്കെ നമ്മൾ ഇനി ഇറേസ് ചെയ്ത് കളയാൻ പോവുകയാണ്. ഓക്കെ, അതിന് വേണ്ടി ജസ്റ്റ് ആ ലെയർ മാസ്ക് ചൂസ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലൊക്കെ ബ്രഷ് ചൂസ് ചെയ്യുക. എന്നിട്ട് ബ്ലാക്ക് കളർ ചൂസ് ചെയ്യുക. ജസ്റ്റ് പെയിന്റ് ചെയ്തുകൊണ്ട് ആ പോർഷൻ ഹൈഡ് ചെയ്യുക. ഓക്കെ, സോ സംഭവം ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ ഡബിൾ എക്സ്പോഷർ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ ആണ്. നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ യൂസ് ചെയ്തുകൊണ്ട്, അതായത് ഈ ഒരു ക്ലിപ്പിംഗ് മാസ്ക് ആൻഡ് ലെയർ മാസ്കിന്റെ ഈ ഒരു ഐഡിയ യൂസ് ചെയ്തുകൊണ്ട് പല രീതിയിൽ ഈ ഡബിൾ എക്സ്പോഷർ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു രീതിയിലൊന്ന് ചെയ്ത് കാണിച്ചതേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് തന്നെ വേറെ അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ വരുത്താം. അതുപോലെ തന്നെ നിങ്ങളുടേതായ ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ പല രീതിയിലും നിങ്ങൾക്ക് ഇതുപോലെ ഡബിൾ എക്സ്പോഷേഴ്സ് ചെയ്തെടുക്കാം. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക്കിൽ ഞാൻ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതൊന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തേക്കുക. സോ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.